السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعد فإني أوصيكم وإياي بتقوى الله. പിന്നെ ഒരു സ്റ്റിക്കറുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടെന്ന് വാർത്ത കേട്ടാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ പറഞ്ഞാണ്ട് സ്റ്റിക്കറുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇസ്ലാമിക മാനം എന്ത്? ഇതാണ് പറയുന്നത്. ഒന്നുമില്ല, ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ നമ്മൾ വെറും സ്റ്റിക്കർ സെൻഡ് ചെയ്തതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് വായ കൊണ്ട് പറഞ്ഞ് അതിൻ്റെ ശേഷം സെൻഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തിനാണ് സെൻഡ് ചെയ്യണത്? അത് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശത്തിനാണെങ്കിൽ നമ്മൾ എന്താക്കുക, സ്റ്റിക്കറൊക്കെ സെൻഡ് ചെയ്യുക. അല്ലാതെ വെറും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാതെ ഈ സ്റ്റിക്കർ സെൻഡ് ചെയ്തതുകൊണ്ട് ആ കാര്യം പറഞ്ഞതിൻ്റെ പ്രതിഫലം ലഭിക്കൂല. മഹാനായ ഇമാം നവവി തങ്ങൾ തൻ്റെ അദ്കാറിൽ പറയുന്നുണ്ട്, ഏവലും നീ അറിയുക, അന്നൽ അദ്കാറിൽ മശ്റൂഅത്ത, നിശ്ചയമായും ദീനിൽ നിയമമാക്കപ്പെട്ട ദിക്റുകളാകുന്നത്, ഫി സ്വലാത്തി വ ഗൈരിഹ, നിസ്കാരത്തിലും മറ്റുമൊക്കെ ദീനിൽ നിയമമാക്കപ്പെട്ട ദിക്റുകളാകുന്നത്, അത് വാജിബത്തൻ കാനത്തോ മുസ്തഹബത്തൻ, അത് വാജിബായതാവട്ടെ സുന്നത്തായതാവട്ടെ ഏതായിരുന്നാലും, ലാ യുഹ്സബു ഷൈഉ മിൻഹാ, അവകളിൽ നിന്ന് ഒന്നിനെയും എണ്ണപ്പെടൂല, വലാ യുഅദ്ദു ബിഹി, അതുകൊണ്ട് എന്താക്കപ്പെടുകയുമില്ല, പിന്നെ അതുപോലെ കണക്കാക്കപ്പെടുകയോ എണ്ണപ്പെടുകയൊന്നുമില്ല. ഏതുവരെ? ഹത്താ യതലഫള ബിഹി, അതുകൊണ്ട് ആ പറയപ്പെട്ട ദിക്റുകളൊക്കെ ഉണ്ടല്ലോ അതിനെ വായ കൊണ്ട് മൊഴിയുന്നത് വരെ, തൊള്ളോണ്ട് അത് പറയണം. അല്ലാതെ വെറും ഈ സ്റ്റിക്കർ സെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ബിഹൈസു യുസ്മിഉ നഫ്സഹു, അത് എങ്ങനെയാണ് അവൻ പറയേണ്ടത്? ബിഹൈസു, ഒരു നിലക്ക്, യുസ്മിഉ, അവൻ കേൾപ്പിക്കും, നഫ്സഹു, അവൻ്റെ ശരീരത്തിൽ അവൻ കേൾപ്പിക്കും, ആ രൂപത്തിൽ. അപ്പം അവൻ്റെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ അവൻ്റെ നഫ്സ് കേൾക്കുന്ന രൂപത്തിൽ. എപ്പോൾ? ഇദാകാന സ്വഹീഹ സംഇ, അവന് നല്ല സാധാരണ കേൾവിക്കൊന്നും തകരാറ് പറ്റാത്ത സാധാരണ രീതിയിലുള്ള കേൾവി ശക്തിയുള്ള ആളാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ശബ്ദകോലാഹലങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്ത ഘട്ടത്തിൽ എങ്ങനെയാണോ അവൻ്റെ നഫ്സിനെ അവൻ കേൾപ്പിക്കാൻ കഴിയുക, ആ രൂപത്തിൽ അവൻ കേൾപ്പിക്കാൻ ശക്തിയുള്ള ആളാണെങ്കിൽ ആ രൂപത്തിൽ കേൾപ്പിച്ചിട്ട് പിന്നെ മൊഴിഞ്ഞെങ്കിൽ മാത്രമേ അവനിക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കുക, വെറും സെൻഡാണ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെൻഡ് ചെയ്യണതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ആൾക്കാരെ ഒന്ന് തംബീഹ് ചെയ്യുക, ഉണർത്താം, ഇത് പിന്നെ ഇത് ചൊല്ലിക്കോളി. അപ്പം സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ സ്റ്റിക്കറൊന്നും ഇല്ലേനല്ലോ, ഇല്ലേനി. പക്ഷെ ഉള്ള കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആളുകൾക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ സ്റ്റിക്കർ അയക്കന്നെ വേണം അങ്ങനെ പറയണില്ല. അങ്ങനെ ആ ഉദ്ദേശപ്രകാരം എന്താക്കുക, സ്റ്റിക്കർ അയക്കാം. കാരണം സ്റ്റിക്കർ ഇല്ലാത്തൊരു കാലം മുമ്പുണ്ടായിനി, ഇപ്പോഴല്ലേ സ്റ്റിക്കറൊക്കെ വന്നത്. അപ്പം സ്റ്റിക്കർ അയക്കണവർക്ക് അങ്ങനത്തെ നിയത്ത് വെച്ച് അയക്കാമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ നിയമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.